അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിനാ മുഹമ്മദിൻ വഅലാ ആലി സയ്യിദിനാ വമൗലാനാ മുഹമ്മദ്. അൽഹംദുലില്ലാഹ്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ പരിശുദ്ധമായ രാവിൽ പരിശുദ്ധമായ ദിക്ർ, സ്വലാത്ത്, മൗലിദ്, പരിശുദ്ധമായ അല്ലാഹുവിൻ്റെ അദ്കാറുകൾ ഇതെല്ലാം ചൊല്ലാൻ വേണ്ടിയുള്ള നമ്മുടെ ഒരുമിച്ചുകൂടൽ, നാളെ അള്ളാഹുവിൻ്റെ സ്വർഗത്തിൽ ഒരുമിച്ചുകൂടാൻ അള്ളാഹു സബബാക്കട്ടെ. നമ്മുടെ വേണ്ടപ്പെട്ടവരുടെ എല്ലാ പ്രയാസങ്ങളും വിഷമങ്ങളും രോഗങ്ങളും കടങ്ങളും എല്ലാം അള്ളാഹു നീക്കി സന്തോഷം, റാഹത്ത്, ഇസ്സത്ത് പ്രദാനം ചെയ്യട്ടെ. പ്രത്യേകിച്ച് ദുആയിൽ ഒട്ടനവധി മുറാദുകൾ ഓർക്കണം, ചേർക്കണം, പറയണമെന്ന് പറഞ്ഞവർ, നമ്മുടെ എല്ലാ മാനസങ്ങളിലുള്ള മുറാദുകൾ എല്ലാം അള്ളാഹു അവൻ്റെ ഹബീബായ മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ബറക്കത്ത് കൊണ്ട് ഹാസിലാക്കി തരട്ടെ. നമ്മുടെ മരിച്ചുപോയ വേണ്ടപ്പെട്ട എല്ലാവരുടെയും ഖബർ റാഹത്തിലും സന്തോഷത്തിലും സ്വർഗീയ ആനന്ദത്തിലും ആക്കി തരട്ടെ. പ്രത്യേകിച്ച് നമ്മുടെ മജ്ലിസിൽ, നമ്മുടെ ക്ലാസ്സിൽ മുടങ്ങാതെ പങ്കെടുക്കുന്ന ഇതിനോട് മഹബത്തുള്ള മുഹബ്ബീങ്ങൾ അള്ളാഹു പ്രത്യേകം ബറക്കത്ത് നൽകട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. പ്രിയപ്പെട്ടവരെ, മുസ്ലിം ഉമ്മത്ത് മുഴുവനും കാതോർക്കുന്ന പരിശുദ്ധമായ റബീഉൽ അവ്വലിൻ്റെ ആദ്യ രാവ് നമ്മൾ ഇപ്പോഴും പ്രതീക്ഷിക്കുകയാണ്. പിറ കണ്ടു എന്ന കൃത്യമായ വിവരം കിട്ടാത്തതിൻ്റെ അടിസ്ഥാനത്തിൽ നമുക്ക് ഒന്നായിട്ടുണ്ടോ എന്നറിയില്ല. ഏതായിരുന്നാലും പരിശുദ്ധമായ റബീഉൽ അവ്വലിൻ്റെ ആദ്യ രാവാണ് എന്ന് നമുക്ക് ബോധ്യപ്പെട്ടാൽ ഉടൻ തന്നെ നമ്മൾ പ്രഥമമായി ചൊല്ലേണ്ടത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഈ പരിശുദ്ധ മാസത്തിൻ്റെ എല്ലാ ബറക്കത്തും നിഅമത്തും സലാമത്തും നമുക്കും നമ്മുടെ കുടുംബത്തിനും നമ്മുടെ മുഹബ്ബീങ്ങൾക്കും കിട്ടാൻ വേണ്ടിയിട്ടുള്ള മാർഗമാണ് പറയുന്നത്. പ്രത്യേകമായൊരു ദുആ പറയുന്നുണ്ട്. ആ ദുആ അൽഹംദുലില്ലാ നമുക്ക് പറയാം. എൻ്റെ കൂടെ തെറ്റുകൂടാതെ ഏറ്റു പറയണം, എല്ലാവരും ഒന്നിച്ചു പറയണം. അല്ലാഹു അക്ബർ. അല്ലാഹുമ്മ ഹില്ലഹു അലൈനാ ബിൽ അംനി വൽ ഈമാനി വസ്സലാമതി വൽ ഇസ്ലാമി റബ്ബി വ റബ്ബുകല്ലാഹ് ഹിലാൽ റുസ്ദിൻ വ ഖൈർ. ആമൻതു ബില്ലാഹില്ലദീ ഖലഖക് ആമൻതു ബില്ലാഹില്ലദീ ഖലഖക് ആമൻതു ബില്ലാഹില്ലദീ ഖലഖക് അൽഹംദുലില്ലാഹില്ലദീ ذهب بشهر صفر وجاء بشهر ربيع الأول. അൽഹംദുലില്ലാ. അള്ളാഹു പരിപൂർണമായി സ്വീകരിക്കട്ടെ, കബൂൽ ചെയ്യട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. പ്രിയപ്പെട്ടവരെ, ഇനി നമുക്ക് ഈ പരിശുദ്ധമായ രാവിൽ ഏറ്റവും കൂടുതൽ പരിഗണിക്കേണ്ടത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഒരു മാസത്തിൻ്റെ ആദ്യ രാവിൽ നമ്മളോടൊക്കെ ഓതാൻ വേണ്ടി പറഞ്ഞിട്ടുള്ള പരിശുദ്ധമായൊരു സൂറത്താണ്. കുഞ്ഞു സൂറത്ത്, സൂറത്തുൽ മുൽക്ക്. അത് എല്ലാ രാത്രിയിലും സുന്നത്താണ്. പ്രത്യേകിച്ച് ഒരു മാസത്തിൻ്റെ ആദ്യ രാവിൽ സുന്നത്താണ്. എന്താ ആ സൂറത്തിൻ്റെ പ്രത്യേകത? ഈ സൂറത്ത് 30 ആയത്തുള്ള സൂറത്ത് ഇന്ന് ഈ രാവിൽ ഒരു വട്ടം നമ്മൾ ഓതിയാൽ റബീഉൽ അവ്വൽ മാസം മുഴുവനും അള്ളാഹുവിൻ്റെ പ്രത്യേക സലാമത്തും ഹിഫ്ളും ബറക്കത്തും ഉടനീളം ഉണ്ടാകും. ഒരായത്ത് ഒരു ദിവസത്തിനാണ്. അങ്ങനെ 30 ദിവസത്തേക്കാണ് ഈ 30 ആയത്ത്. അതാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സുന്നത്ത്. ആ പരിശുദ്ധമായ സൂറത്തുൽ മുൽക്ക് കഴിഞ്ഞിട്ട് ഈ രാവിലെ ഏറ്റവും കൂടുതൽ പരിഗണിക്കേണ്ടത് അവിടുത്തെ മദഹിൻ്റെയും മൗലിദിൻ്റെയും സ്വലാത്തിൻ്റെയും ഈരടികളും കീർത്തനങ്ങളുമാണ്. അപ്പോൾ അൽഹംദുലില്ലാ, നമുക്ക് ആ ഓർഡർ പോലെ തന്നെ ഓരോ അമലിലും പങ്കാളിയാകാം. നമുക്കെല്ലാം അല്ലാഹു ബറക്കത്ത് നൽകട്ടെ. നമുക്ക് മജ്ലിസിലേക്ക് കടക്കാം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. تبارك الذي بيده الملك وهو على كل شيء قدير الذي خلق الموت والحياة ليبلوكم أيكم أحسن عملا وهو العزيز الغفور الذي خلق 7 سماوات طباقا ما ترى في خلق الرحمن من تفاوت فارجع البصر هل ترى من فطور ثم ارجع البصر كرتين ينقلب إليك البصر خاسئا وهو حسير ولقد زينا السماء الدنيا بمصابيح وجعلناها رجوما للشياطين واعتدنا لهم عذاب السعير
وللذين كفروا بربهم عذاب جهنم وبئس المصير إذا ألقوا فيها سمعوا لها شهيقا وهي تفور تكاد تميز من الغيظ كلما ألقي فيها فوج سألهم خزنتها ألم يأتكم نذير قالوا بلى قد جاءنا نذير فكذبنا وقلنا ما نزل الله من شيء إن أنتم إلا في ضلال كبير وقالوا لو كنا نسمع أو نعقل ما كنا في أصحاب السعير فاعترفوا بذنبهم فسحقا لأصحاب السعير إن الذين يخشون ربهم بالغيب لهم مغفرة وأجر كبير وأسروا قولكم أو اجهروا به إنه عليم بذات الصدور ألا يعلم من خلق وهو اللطيف الخبير هو الذي جعل لكم الأرض ذلولا فامشوا في مناكبها وكلوا من رزقه وإليه النشور أأمنتم من في السماء أن يخسف بكم الأرض فإذا هي تمور أم أمنتم من في السماء أن يرسل عليكم حاصبا فستعلمون كيف نذير ولقد كذب الذين من قبلهم فكيف كان نكير أولم يروا إلى الطير فوقهم صافات ويقبضن ما يمسكهن إلا الرحمن إنه بكل شيء بصير أمن هذا الذي هو جند لكم ينصركم من دون الرحمن إن الكافرون إلا في غرور أمن هذا الذي يرزقكم إن أمسك رزقه بل لجوا في عتو ونفور أفمن يمشي مكبا على وجهه أهدى أمن يمشي سويا على صراط مستقيم قل هو الذي أنشأكم وجعل لكم السمع والأبصار والأفئدة قليلا ما تشكرون قل هو الذي ذرأكم في الأرض وإليه تحشرون ويقولون متى هذا الوعد إن كنتم صادقين قل إنما العلم عند الله وإنما أنا نذير مبين فلما رأوه زلفة سيئت وجوه الذين كفروا وقيل هذا الذي كنتم به تدعون قل أرأيتم إن أهلكني الله ومن معي أو رحمنا فمن يجير الكافرين من عذاب أليم قل هو الرحمن آمنا به وعليه توكلنا
فستعلمون من هو في ضلال مبين قل أرأيتم إن أصبح ماؤكم غورا فمن يأتيكم بماء معين صدق الله مولانا العظيم. അൽഹംദുലില്ലാ, ഈ പരിശുദ്ധമായ രാവിൽ നമുക്ക് ഏറ്റവും പുണ്യമാക്കപ്പെട്ട ഒരു അമലുണ്ട്. അത് മൗലിദുൻ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹു സുബ്ഹാനഹു വ തആല അഭിമാനത്തോടെ മലക്കുകളുടെ സമീപ്യത്ത് അല്ലെങ്കിൽ മലക്കുകളുടെ പ്രസൻസിൽ വെച്ചുകൊണ്ട് തന്നെ മനോഹരമായി ചെയ്തുകൊണ്ടിരിക്കുന്ന അമൽ, അള്ളാഹു അഭിമാനത്തോടെ ചെയ്യുന്ന അമലാണ് മൗലിദ്. അത് നമുക്ക് ചെയ്യാൻ അള്ളാഹു അവസരം തന്നു. നമുക്കുകൂടെ മൗലിദ് പാരായണം നടത്താൻ അള്ളാഹു ആ അമൽ തുറന്നു തന്നു. ആ അമൽ നമ്മൾ എവിടെ വെച്ചാണോ ചെയ്യുന്നത്, ചൊല്ലുന്നത്, ഞാൻ എവിടെ വെച്ചാ ചൊല്ലുന്നത്, നിങ്ങൾ എവിടെ വെച്ചാ ചൊല്ലുന്നത്, എവിടെ വെച്ചാണെങ്കിലും അതിൻ്റെ പ്രത്യേകമായ ബറക്കത്തും ഖൈറും നിഅമത്തും മൗലിദ് പാരായണം നടത്തുന്ന വീടുകളിൽ അത്ഭുതകരമായി ഇറങ്ങിക്കൊണ്ടിരിക്കുന്ന നിഅമത്തുകൾ നമുക്ക് ക്ലാസ്സിൽ വിശദമായിട്ട് പറയാനുണ്ട്. അതൊക്കെ അറിയുന്നവരെ സംബന്ധിച്ചിടത്തോളം ഒരു ദിവസം മുടങ്ങരുതേ എന്നുള്ള ദുആ പ്രത്യേകം ഉണ്ടാകും. അത്രയേറെ പ്രഗത്ഭമാണ് ആ പരിശുദ്ധമായ മൗലിദിന്റെ ഒരു മജ്ലിസ്. നമ്മുടെ വീട്ടിൽ നിന്ന് നമ്മൾ ചൊല്ലുമ്പോൾ നമ്മളിത് ഏറ്റു ചൊല്ലുന്നു അല്ലേ, കാഴ്ചയിൽ വലിയൊരു കാര്യമില്ല, എന്നാൽ അള്ളാഹുവിനും മലക്കുകൾക്കൊന്ന് വലിയ കാര്യമാണ്. ആ ചൊല്ലുന്ന മജ്ലിസിലേക്ക് അള്ളാഹുവിൻ്റെ പ്രത്യേകമായി നിറഞ്ഞ മലക്കുകൾ ഇറങ്ങി വരുന്നിട്ട് നമ്മുടെ കൂടെ അള്ളാഹുവിൻ്റെ മലക്കുകൾ ചൊല്ലുമെന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ സ്വഹാബത്തിനോട് പറഞ്ഞത്. മൗലിദ് ചൊല്ലിയ സ്വഹാബത്തിനോട് പറഞ്ഞത്, നിങ്ങൾക്ക് ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം നിങ്ങളുടെ കൂടെ നിൽക്കുമെന്നാണ്. എല്ലാറ്റിനും മലക്കിൻ്റെ സഹായവും ദുആയും കൂടെ ഉണ്ടാവും. ആ വലിയൊരു സൗഭാഗ്യം നമ്മുടെ വീട്ടിലേക്ക് ഇറങ്ങാൻ പോവാൻ, നമ്മുടെ സ്ഥലങ്ങളിലേക്ക് ഇറങ്ങാൻ പോവാൻ. അത് മൗലിദിലൂടെയാണ്. അപ്പോൾ അൽഹംദുലില്ലാ, പിന്നെ നമ്മുടെ ജീവിതത്തിലെ ആഫാത്ത്, മുസീബാത്തുകൾ, ഷർറുകൾ, ബലിയാത്തുകൾ, അതേപോലെ തന്നെ പൈശാചികമായ കണ്ണേറ്, സിഹറിൻ്റെ ബുദ്ധിമുട്ടുകൾ, അങ്ങനെ എല്ലാം രോഗം, പല നിലക്കുമുള്ള രോഗങ്ങളുണ്ട്, പകർച്ചവ്യാധി, വൈറൽ പനികൾ, അങ്ങനെ പലതും കൊണ്ട് നമ്മൾ പലരും ബുദ്ധിമുട്ടുന്നവരാണ്. ഇതിനെയൊക്കെ തടഞ്ഞു വെക്കാൻ കഴിയുന്ന ആത്മീയമായ മരുന്ന് മൗലിദിനേക്കാൾ വലിയൊരു മരുന്നില്ല. അതുകൊണ്ടാണ് സൈനുദ്ദീൻ മഖ്ദൂം റളിയല്ലാഹു തആല അൻഹു മങ്കുസ് മൗലിദ് കൊണ്ട് ആ നാട്ടിലെ ഉമ്മത്തിൻ്റെ ഒരു ദിവസം, ഓരോ ദിവസവും പള്ളിയിൽ എണ്ണപ്പെട്ട മയ്യിത്ത്, പകർച്ചവ്യാധി വന്നിട്ട് എന്താ കൊടുത്ത മരുന്ന്? പരിശുദ്ധമായ മൗലിദാണ്. മൗലിദ് പാരായണം ചെയ്യുമ്പോൾ അതിനകത്ത് ഖുർആനുണ്ട്. എത്ര മനോഹരമാണ്! ഖുർആനുണ്ട്, സ്വലാത്തുണ്ട്, ദിക്റുണ്ട്, ദുആയുണ്ട്, എല്ലാം ഉണ്ട്. അതുകൊണ്ടാണ് മഹാന്മാർ ഇത് നിർദ്ദേശിച്ചിട്ടുള്ളത്. അത്തരം മനോഹരമായ ഏറ്റവും പവറുള്ള മൗലിദാണ് നമ്മളും ചൊല്ലാൻ പോകുന്നത്. സൈനുദ്ദീൻ മഖ്ദൂം തങ്ങൾ പഠിപ്പിച്ചു തന്ന, എന്തിനേയും ഷർറിനെയും തട്ടിമാറ്റാൻ പറ്റുന്ന, എല്ലാ ഖൈറും നേടിയെടുക്കാൻ പറ്റുന്ന, ഏറ്റവും ബറക്കത്ത് കിട്ടുന്ന മൗലിദ്. ആ മൗലിദാണ് ഇന്നും ബറക്കത്തിന് വേണ്ടി നമ്മൾ ചൊല്ലാൻ പോകുന്നത്. അതുകൊണ്ട് ആത്മാർത്ഥമായിട്ട് എൻ്റെ കൂടെ പ്രിയപ്പെട്ടവരെ നമ്മൾ പാടിപ്പറയണം. അള്ളാഹു തൗഫീഖ് നൽകട്ടെ. നമുക്ക് അൽഹംദുലില്ലാ മൗലിദിന്റെ മജ്ലിസിലേക്ക് കടക്കാം. إلى حضرة نبينا نبي رحمة مصطفى محمد صلى الله عليه وسلم وإلى حضرات أهل الخير كلهم أجمعين. الفاتحة. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين الرحمن الرحيم مالك يوم الدين. إياك نعبد وإياك نستعين. اهدنا الصراط المستقيم صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضالين. آمين. بسم الله الرحمن الرحيم. قل هو الله أحد الله الصمد لم يلد ولم يولد ولم يكن له كفوا أحد. بسم الله الرحمن الرحيم. قل هو الله أحد الله الصمد
لم يلد ولم يولد ولم يكن له كفوا أحد. بسم الله الرحمن الرحيم. قل هو الله أحد الله الصمد لم يلد ولم يولد ولم يكن له كفوا أحد. بسم الله الرحمن الرحيم. قل أعوذ برب الفلق من شر ما خلق ومن شر غاسق إذا وقب ومن شر النفاثات في العقد ومن شر حاسد إذا حسد. بسم الله الرحمن الرحيم. قل أعوذ برب الناس ملك الناس إله الناس من شر الوسواس الخناس الذي يوسوس في صدور الناس من الجنة والناس. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. إن الله وملائكته يصلون على النبي يا أيها الذين آمنوا صلوا عليه وسلموا تسليما. اللهم صل وسلم وبارك عليه. بسم الله الرحمن الرحيم. سبحان الذي أطلع في شهر ربيع الأول قمر نبي الهدى فأوجد نوره قبل خلق العالم وسماه محمدا فأخرجه في آخر الزمان كما قدر وابدا وألبسه خلعة الجمال التي لم يلبسها أحدا فولد بوجه النخجل قمرا وفرقدا. ألا هو الذي توسل به آدم عليه السلام وافتخر بكونه والدا واستغاث به نوح عليه السلام فنجا من الردى وكان في صلب إبراهيم عليه السلام حين ألقي في النار فعاد وصار لهبها مخمدا ورأت أمه آمنا رضي الله تعالى عنها حين حملت به ملائكة السماء مددا ودخل عليها الأنبياء وهم يقولون لها إذا وضعت شمس الفلاح والهدى فسميه محمدا. قال الله عز وجل لقد جاءكم رسول من أنفسكم عزيز عليه ما عنتم حريص عليكم بالمؤمنين رؤوف رحيم. وروي عن النبي صلى الله عليه وسلم أنه قال كنت نورا بين يدي الله عز وجل قبل أن يخلق آدم عليه السلام ب1000 عام يسبح الله ذلك النور وتسبح الملائكة بتسبيحه فلما خلق الله تعالى آدم عليه السلام ألقى ذلك النور في طينته فأهبطني الله في صلب آدم عليه السلام إلى الأرض وجعلني في السفينة في صلب نوح عليه السلام
وجعلني في صلب الخليل إبراهيم عليه السلام حين قذف به في النار، ولم يزل ينقلني ربي من الأسلاب الكريمة الفاخرة إلى الأرحام الزكية الطاهرة، حتى أخرجني الله من بين أبوي ولم يلتقيا على سفاح قط. صلى الله على محمد صلى الله عليه وسلم. صلى الله على محمد صلى الله عليه وسلم. صلى الله على محمد يا ربي صلي وسلم. الصلاة على النبي والسلام على الرسول الشفيع الأبطاحي والحبيب العربي. أنت تطلع بيننا في الكواكب كالبدور، بل وأشرف منه يا سيدي خير النبي. الصلاة على النبي والسلام على الرسول الشفيع الأبطاحي والحبيب العربي. أنت أم أم أبو ما رأينا فيهما مثل حسنك قط يا سيدي خير النبي. الصلاة على النبي والسلام على الرسول الشفيع الأبطاحي والحبيب العربي. أنت منجينا غدا من شفاعتك الصفا، من لنا مثلك يا سيدي خير النبي. الصلاة على النبي والسلام على الرسول الشفيع الأبطاحي والحبيب العربي. ارتكبت على الخطا غير حسر وعادات، لك أشكو فيه يا سيدي خير النبي. الصلاة على النبي والسلام على رسول الشفيع الأبطاحي والحبيب العربي. إننا نرجو إلى كأسي حوضك للعطاش يوم نسر كتابي يا سيدي خير النبي. الصلاة على النبي والسلام على رسول الشفيع الأبطاحي والحبيب العربي.
الشفاعة هب لنا في القيامة مشفقا واهلنا إن ضاع يا سيدي خير النبي الصلاة على النبي والسلام على رسول الشفيع الأبطح والحبيب العربي الصلاة على النبي كل وقت دائما لاح نجم في السماء سيدي خير النبي الصلاة على النبي والسلام على رسول الشفيع الأبطح والحبيب العربي اللهم صل وسلم وبارك عليه. അൽഹംദുലില്ലാഹ് തഖബ്ബലല്ലാഹ്, അല്ലാഹു കബൂൽ ചെയ്യട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. അൽഹംദുലില്ലാഹ്. ഇനി നമ്മുടെ മജ്ലിസിന്റെ ഏറ്റവും പ്രഗത്ഭമായ ഭാഗമാണ്. കാരണം നമ്മൾ ഈ മജ്ലിസിൽ ചൊല്ലിയിട്ടുള്ള മദ്ഹിന്റെയും സ്വലവാത്തുകളുടെയും കീർത്തനങ്ങളുടെയും അവസാനത്തിൽ അള്ളാഹുവിനോട് നമ്മൾ ചോദിക്കുന്ന ദുആ, അള്ളാഹുവിൻ്റെ മലക്കുകൾ വന്നിട്ട് പൊതിഞ്ഞു നിൽക്കുമെന്നാണ് ഇമാം സുയൂത്തി തങ്ങൾ പറഞ്ഞത്. പൊതിഞ്ഞു നിൽക്കുന്ന ഒരു മജ്ലിസാണ് മൗലിദിന്റെ മജ്ലിസ്. അപ്പോൾ അവിടെ വെച്ച് ദ്വാരക്കുമ്പോൾ നമ്മുടെ ദുആയിന് എന്താ ദ്വാരക്കുന്ന നമ്മളാണ്, ആമീൻ പറയുന്നത് നമ്മളാണ്. പക്ഷേ ഇതിൽ പങ്കെടുക്കുന്ന അള്ളാഹുവിൻ്റെ പ്രഗത്ഭരായ മലക്കുകളാണ്, മുഖറബീങ്ങളായ മലക്കുകൾ എന്ന് പോലും. സയ്യിദുനാ ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാമിൻ്റെ സാന്നിധ്യമില്ലാതെ മൗലിദ് നടക്കില്ല എന്നാണ് മഹാന്മാർ പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ അവരുടെ പ്രസൻസിൽ തന്നെ ഒരു ദുആ അൽഹംദുലില്ലാഹ് നമുക്ക് ചെയ്യണം. അതിന് നമ്മൾ ആദ്യമായിട്ട് ഫാത്തിഹ ഓതുകയാണ്. ആ ഫാത്തിഹ ആദ്യം നമ്മുടെ രക്ഷയാണ്, സലാമത്താണ്. അള്ളാഹു, ഞാൻ മരിച്ച ഖബറിൽ പോയാൽ എനിക്കിതിൻ്റെ കൂലി ആദ്യം കിട്ടണം. എന്നിട്ട് അതോടൊപ്പം മരിച്ചുപോയ എൻ്റെ കാരണവന്മാർ, മാതാപിതാക്കളുണ്ട്, ഭാര്യ ഭർത്താക്കന്മാരുണ്ട്, മക്കൾ, വേണ്ടപ്പെട്ടവർ, കൂട്ടുകുടുംബാദികൾ, അയൽവാസികൾ, ഒട്ടനവധി മുഅ്മിനീകൾ മുഅ്മിനാത്തുകൾ, പ്രത്യേകിച്ച് നമ്മുടെ വന്യരായ ഉസ്താദുമാർ ഒട്ടനവധിയുണ്ട്. ഈ വിനീതൻ്റെ ഉസ്താദ് സുബൈർ ഉസ്താദ് മരണപ്പെട്ടു പോയത് റബീഉൽ അവ്വലിലാണ്, അവിടുത്തെ ആണ്ടിൻ്റെ മാസം കൂടെയാണ്. അപ്പോൾ എല്ലാവരെയും നമ്മൾ ഉൾപ്പെടുത്താം. എന്നിട്ട് പിന്നെ ഈ റബീഉൽ അവ്വലിൽ വഫാത്തായി പോയ ഒട്ടനവധി സ്വാലിഹീങ്ങളുണ്ട്, ഔലിയാക്കളുണ്ട്, സൂഫിയാക്കളുണ്ട്. അവരെല്ലാം കൽബിൽ നിയ്യത്ത് ചെയ്തുകൊണ്ടൊരു ഫാത്തിഹ എൻ്റെ കൂടെ എല്ലാവരും തെറ്റുകൂടാതെ ഓതുക. അൽ ഫാത്തിഹ. أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم الحمد لله رب العالمين الرحمن الرحيم مالك يوم الدين إياك نعبد وإياك نستعين اهدنا الصراط المستقيم صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضالين آمين. بسم الله الرحمن الرحيم قل هو الله أحد الله الصمد لم يلد ولم يولد ولم يكن له كفوا أحد. بسم الله الرحمن الرحيم قل هو الله أحد الله الصمد لم يلد ولم يولد ولم يكن له كفوا أحد. بسم الله الرحمن الرحيم قل هو الله أحد الله الصمد لم يلد ولم يولد ولم يكن له كفوا أحد. بسم الله الرحمن الرحيم قل أعوذ برب الفلق من شر ما خلق ومن شر غاسق إذا وقب ومن شر النفاثات في العقد ومن شر حاسد إذا حسد. بسم الله الرحمن الرحيم قل أعوذ برب الناس ملك الناس إله الناس
من شر الوسواس الخناس الذي يوسوس في صدور الناس من الجنة والناس. സദഖല്ലാഹു മൗലാനൽ അദീം. അൽഹംദുലില്ലാഹ്. അല്ലാഹു സുബ്ഹാനഹു തആല നമ്മുടെ ഖിറാഅത്ത് സ്വീകരിക്കട്ടെ. ആരുടെ എല്ലാം ഹദറത്തിലേക്ക് നമ്മുടെ കൽബിൽ നിയ്യത്തുണ്ടോ അവരുടെ എല്ലാം ഹദറത്തിലേക്ക് അല്ലാഹു എത്തിച്ചു കൊടുക്കട്ടെ. പ്രത്യേകിച്ച് നമ്മുടെ മജ്ലിസിലൊക്കെ നമ്മുടെ ക്ലാസ്സിലൊക്കെ നേരത്തെ പങ്കെടുത്ത ഒരുപാട് പേര് 6 അടി മണ്ണിലാണ്, ഖബറിലാണ്. അവരെ പ്രത്യേകിച്ച് നമ്മൾ ഓർക്കുകയാണ്. എല്ലാ മുഅ്മിനീങ്ങളും മുഅ്മിനാത്തുകളെയും മരണപ്പെട്ടവരെ പ്രത്യേകിച്ച് നമ്മൾ ഓർക്കുകയാണ്. അവരുടെ എല്ലാം ഖബറിലേക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല അതിൻ്റെ കൂലി എത്തിച്ചു കൊടുക്കട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. എല്ലാവരും ആത്മാർത്ഥമായിട്ട് ആമീൻ പറയാം. ചെറിയൊരു ദുആ ഖൽബ് കൊണ്ട് ആമീൻ പറയണം. അല്ലാഹു ഖബൂൽ ചെയ്യട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. അൽഹംദുലില്ലാഹി അൻഅമ അലൈനാ ബിൽ ഈമാനി വഹദാനാ ഇലാ ദീനിൽ ഇസ്ലാം حمدا يوافي نعمه ويكافئ مزيدا. اللهم صل على سيدنا محمد وعلى آل سيدنا ومولانا محمد. അർഹമുറാഹിമായ മലിക്കുൽ ജബ്ബാറായ രാജസയ്യിദായ കരുണക്കടലായ കരുണാവാരിധിയായ അല്ലാഹ്, ഞങ്ങൾ ഓതിയതും പറഞ്ഞതും പാടിയതും ഒരുമിച്ച് കൂടിയതും ഒരുമിച്ച് കൂട്ടിയതുമെല്ലാം നീ സ്വീകരിക്കണേ അല്ലാഹ്. പഠിച്ചവനെ, എല്ലാറ്റിൻ്റെയും മിഥില സവാബ്, എല്ലാറ്റിൻ്റെയും സബബായ ഈ പരിശുദ്ധമായ മാസത്തിൻ്റെ ഏറ്റവും വലിയ ഓർമ്മയായ കാരണക്കാരായ ഹബീബായ മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പുണ്യ റൗള ശരീഫിലേക്ക് എത്തിക്കണേ അല്ലാഹ്. അംബിയാക്കൾ, ഔലിയാക്കൾ, സ്വാലിഹീങ്ങൾ, ശുഹദാക്കൾ, സുഹദാക്കൾ, ഖൈറുൽ സ്വലാഹിന്റെ ആളുകൾ, പടച്ചവനെ ഞങ്ങളുടെ മരിച്ചുപോയ മാതാപിതാക്കള്, വല്ലുപ്പമാര്, വല്ലുമ്മമാര്, ഭാര്യ ഭർത്താക്കന്മാര്, മക്കള്, വേണ്ടപ്പെട്ടവര്, കൂട്ടുകുടുംബാദികൾ, അയൽവാസികള്, പടച്ചവനെ പരിചയമുള്ളവര്, പരിചയമില്ലാത്തവര്, മരണപ്പെട്ടു പോയ സകലമാന മുഅ്മിനീങ്ങൾ, മുഅ്മിനാത്തുകൾ അവരുടെ ഹദറത്തിലേക്ക് എത്തിക്കണേ അല്ലാഹ്. പ്രത്യേകിച്ച് അല്ലാഹുവേ, ഈ പരിശുദ്ധമായ മാസത്തില് നിങ്ങൾ ഓതിയ എല്ലാറ്റിനെയും മിഥില സവാബ് ഞങ്ങൾക്ക് ഓതാനും ചൊല്ലാനും പാടാനും പറയാനൊക്കെ പഠിപ്പിച്ചു തന്ന ഞങ്ങളുടെ സാധുക്കളാണ് ഉസ്താദുമാര്, മരിച്ചുപോയവരുണ്ട്. അവരുടെ ഖബറിലേക്ക് എത്തിക്കണേ അല്ലാഹ്. പ്രത്യേകിച്ച് ഈ സ്വീതന്റെ വന്യരായ സുബൈർ ഉസ്താദ് അടക്കമുള്ളവരുടെ ഹദറത്തിലേക്ക് എത്തിക്കണേ അല്ലാഹ്. മരിച്ചുപോയി ഞങ്ങളുടെ വേണ്ടപ്പെട്ടവരുടെ ഖബറിൽ വല്ലാത്ത ആനന്ദമുള്ള സന്തോഷമുള്ളൊരു മജ്ലിസാക്കണേ റബ്ബേ. പടച്ചവരെ, എല്ലാ ഖൈറുൽ സ്വലാഹിന്റെ ആളുകൾക്കും എത്തിച്ചു കൊടുക്കണേ അല്ലാഹ്. അല്ലാഹുവേ, ഞങ്ങൾ സാധുക്കളാണ്, ഞങ്ങൾ പാപികളാണ് റബ്ബേ, ദോഷികളാണ് റഹ്മാനേ. അല്ലാഹുവേ, നിന്റെ കാവൽ വരണേ അല്ലാഹ്. മാപ്പ് നൽകണേ റബ്ബേ. നിങ്ങളുടെ തെറ്റുകൾ നാളെ ഖബറിലേക്ക് വിചാരണക്ക് വേണ്ടി, ചോദ്യത്തിന് വേണ്ടി ബാക്കി വെക്കല്ല റബ്ബേ. നിന്റെ ഒരു ഹിസാബിന് പോലും നേരിടാനുള്ള ഖുവത്ത് ഞങ്ങൾക്കില്ല അല്ലാഹ്. ഞങ്ങൾക്ക് നിന്നോടല്ലാതെ ചോദിക്കാൻ മറ്റാരുമില്ല റബ്ബേ. അല്ലാഹുവേ, ഞങ്ങളെ നീ ഏറ്റെടുക്കണേ അല്ലാഹ്. പടച്ചവരെ, ഒരുപാട് പേര് ഒരുപാട് മുറാദുകൾ പറഞ്ഞിട്ടുണ്ട് റബ്ബേ. കൽവിൽ നിറച്ച് പല ഉദ്ദേശങ്ങളും ഉമ്മമാര്, ഉപ്പമാര് ഞങ്ങളുടെ പലരുടെയും ഉണ്ട് അല്ലാഹ്. അതെല്ലാം നടത്തിത്തരാൻ നിനക്കല്ലാതെ കഴിയൂല്ലല്ലോ റബ്ബേ. എല്ലാം നീ നടത്തിത്തരണേ അല്ലാഹ്. എല്ലാ ഖൈറും നൽകണേ അല്ലാഹ്. എല്ലാ ശർറിൽ നിന്ന് കാവൽ തരണേ റബ്ബേ. പടച്ചവരെ, ഞങ്ങളുടെ ജീവിച്ചിരിക്കുന്ന കാരണവന്മാര് സാധുക്കളാണ്, സന്തോഷം കൊടുക്കണേ അല്ലാഹ്. റാഹത്ത് കൊടുക്കണേ റബ്ബേ. അവര് ഞങ്ങളോട് പൊരുത്തക്കേടിന്റെ ഒരു വാക്ക് പോലും പറയാൻ നീ അവസരം കൊടുക്കല്ല റബ്ബേ. ഹബീബായ മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ബറക്കത്ത് കൊണ്ട് റബ്ബേ, അവിടുത്തെ പരിശുദ്ധമായ റബീഉൽ അവ്വൽ മാസത്തിന്റെ ബറക്കത്ത് കൊണ്ട്
അവരുടെ ഇഷ്ടക്കേട് ഞങ്ങൾക്ക് തരല്ലേ അല്ലാ. പടച്ചവരെ, അവർക്ക് നീ ആഫിയത്തും ആരോഗ്യം കൊടുക്കണേ അല്ല, രോഗങ്ങൾക്ക് ശിഫാവ് കൊടുക്കണേ അല്ല. ഞങ്ങൾക്ക് വേണ്ടി കഷ്ടപ്പെട്ടിട്ട് പല നിലക്കും രോഗങ്ങൾ കൊണ്ടും വേദനകൾ കൊണ്ടും അവർ പ്രയാസപ്പെടുന്നവരാണ്. അല്ലാഹുവേ, ഒരു പ്രയാസവും വിഷമവും കൊടുക്കല്ലേ അല്ലാ. അല്ലാഹുവേ, അവർക്ക് ആദ്യം നീ സ്വർഗം തുറന്നു കൊടുക്കണേ റബ്ബേ. അല്ലാഹുവേ, മരിച്ചുപോയി ഞങ്ങളുടെ വേണ്ടപ്പെട്ടവരുടെ ഖബർ നീ സ്വർഗീയ ആനന്ദമുള്ള ഖബറാക്കണേ അല്ലാ. പഠിച്ചവനെ, ഒരുപാട് പേര് രോഗികളാണ് റബ്ബേ. ഞങ്ങളും ഞങ്ങളുടെ കൂട്ടുകുടുംബാദികളും പലരും പല നിലക്കും കുഞ്ഞുമക്കളടക്കം രോഗികളാണ് അല്ലാ. അല്ലാഹുവേ, വൈറൽ പനി ബാധിച്ചുകൊണ്ട് ഈ സീസണിൽ ഒരുപാട് പേര് രോഗികളാണ്. നീ ഷാഫിയാണ്, കാഫിയാണ്, മാഫിയാണ്. നിനക്കല്ലാതെ രോഗം തരാനും തിരിച്ചെടുക്കാനും മറ്റാർക്കും കഴിയില്ല റബ്ബേ. അല്ലാഹുവേ, നീ രോഗം ശിഫയാക്കണേ അല്ലാ. മാരകമായ രോഗങ്ങളും അപകടങ്ങളും അപകട മരണങ്ങളും ഞങ്ങൾക്കാർക്കും തരല്ലേ അല്ലാ. പഠിച്ചവനെ, ആക്സിഡന്റ് ഒന്നും തരല്ലേ അല്ലാ. ശരീരം കീറി മുറിക്കേണ്ട രോഗങ്ങളൊന്നും തരല്ലേ അല്ലാ. കൈകാലുകൾ മുറിച്ചു മാറ്റേണ്ട ഒരവസ്ഥ വരുത്തല്ലേ അല്ലാ. ഞങ്ങളേക്കാ പ്രായം കുറഞ്ഞ് എത്ര പേരുടെയാണ് റബ്ബേ രോഗത്തിൻ്റെയും പല കാരണത്തിൻ്റെയും പേരിൽ കൈകാലുകളൊക്കെ മുറിച്ചു മാറ്റേണ്ടി വന്നിട്ടുള്ളത്. റബ്ബേ, മാരകമായ ക്യാൻസർ കൊണ്ട് കരയുന്നത് എത്ര പേരാണ്. ഒരു ഗ്ലാസ് വെള്ളം പോലും കുടിച്ചിറക്കാൻ പറ്റാതെ റബ്ബേ പിടയുന്നത് എത്ര പേരാണ്. ഇന്ന് പോകാം നാളെ പോകാമെന്ന് കരുതി ഹോസ്പിറ്റലിൽ കിടന്ന് ഞെരങ്ങുന്നത് എത്ര പേരാണ്. അല്ലാഹുവേ, നിന്നോട് പലപ്പോഴും ഞങ്ങൾ നന്ദി കെട്ടവരാണ്. അൽഹംദുലില്ലാ, കൽബ് തന്ന് പറയാൻ പോലും മടിയുള്ളവരാണ്. അല്ലാഹുവേ, നീ ഞങ്ങളുടെ കൽബ് നന്നാക്കണേ അല്ലാ. എല്ലാ രോഗികൾക്കും ശിഫാവ് കൊടുക്കണേ റബ്ബേ. മാരകമായ രോഗത്തെ തൊട്ട് അവരെയും ഞങ്ങളെയും കാവലിലാക്കണേ അല്ലാ. പഠിച്ചവരെ, വീടില്ലാത്തവരും മക്കളില്ലാത്തവരും ജോലിയില്ലാത്തവരും ശമ്പളമില്ലാത്തവരും റബ്ബേ സാമ്പത്തികമായ ഞെരുക്കങ്ങളും കടങ്ങളുള്ളവർ, അല്ലാഹുവേ പല നിലക്കും പ്രയാസത്തിലുള്ളവര്, പഠിച്ചവനെ അല്ലാഹുവേ ഡെലിവറി നോർമലാകണമെന്ന് പറഞ്ഞ് എത്ര ഗർഭിണികളായ ഉമ്മമാര്, പഠിച്ചവരെ ആൺകുഞ്ഞുങ്ങളെ പിറന്ന് പെൺകുഞ്ഞുങ്ങളെ പിറന്ന് കാണാൻ കൊതിക്കുന്നവര്, അല്ലാഹുവേ എല്ലാം നിന്റെ കയ്യിലാണ്. നീ ഖൈറായി നടത്തിത്തരണേ അല്ലാ. പ്രത്യേകിച്ച് മുറാദ് പറഞ്ഞ ഒട്ടനവധി ആളുകളാണ് പരിശുദ്ധമായ മൗലിദിന്റെയും മദ്ഹിന്റെയും അതിന്റെ നായകരായ ഹബീബായ മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെയും ബറക്കത്ത് കൊണ്ട് എല്ലാ ഖൈറും നിങ്ങൾക്ക് നടത്തി തരണേ റബ്ബേ. നിങ്ങളുടെ എല്ലാ കാര്യവും നീ ഏറ്റെടുക്കണേ അല്ലാ. പഠിച്ചവരെ ഇസ്സത്ത് നൽകണേ അല്ലാ. ദില്ലത്ത് നൽകല്ല റബ്ബേ. ഞങ്ങൾക്ക് വേണ്ടത് മുഴുവനും അല്ലാഹുവേ സമയാധിഷ്ഠിതമായി നീ ഞങ്ങളുടെ കയ്യിൽ അത്ഭുതകരമായി കൊണ്ടുതരുന്നവരാണ്. അല്ലാഹുവേ ബറക്കത്ത് നൽകണേ അല്ലാ, ഖൈറ് നൽകണേ അല്ലാ. കച്ചവടം, ഇടപാടുകൾ, ബന്ധങ്ങൾ, എല്ലാ മേഖലയും വിജയത്തിലാക്കണേ അല്ലാ. നാളെ സ്വർഗത്തിൽ റബ്ബേ ഒരുമിച്ചൊരു കുടുംബങ്ങളെ പോലെ ചേരാൻ ഞങ്ങൾക്ക് ഭാഗ്യം നൽകണേ അല്ലാ. ലോക മുസ്ലിമീങ്ങൾക്ക് സന്തോഷം കൊടുക്കണേ റബ്ബേ. പ്രത്യേകിച്ച് ഫലസ്തീനിൽ സക്കീനത്തിറക്കണേ അല്ലാ, റാഹത്തിറക്കണേ റബ്ബേ. അല്ലാഹുവേ ഒരു അപകടങ്ങളും അപകട മരണങ്ങളും ഞങ്ങൾക്കാർക്കും തരല്ലേ അല്ലാ. എല്ലാവിധ ശർറുകളെ തൊട്ടും കാവൽ തരണേ അല്ലാ. ഹബീബ് കാവൽ ചോദിച്ച എല്ലാ ശർറിൽ നിന്നും കാവൽ തരണേ അല്ലാ. അവിടുന്ന് ചോദിച്ച എല്ലാ ഖൈറും ഞങ്ങൾക്ക് തരണേ അല്ലാ. നിങ്ങളെ സ്വീകരിക്കണേ റബ്ബേ. اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات الأحياء منهم والأموات إنك مجيب الدعوات وقاضي الحاجات. اللهم رب ارحمهما كما ربياني صغيرا. اللهم رب ارحمهما كما ربياني صغيرا. اللهم رب ارحمهما كما ربياني صغيرا. آمين برحمتك يا أرحم الراحمين بحق يا إلهي يا إلهي
തേടുന്നു ഞാൻ ഇലാഹി യാ മുജീബദ് ദഅവാതി വീട്ടിടണം എൻ ഹാജാതി മൗലായ സ്വല്ലി വസല്ലിം ദായിമൻ അബദാ അലാ ഹബീബിക ഖൈറിൽ ഖൽഖി കുല്ലിഹിം യാ ഇലാഹി യാ ഇലാഹി തേടുന്നു ഞാൻ ഇലാഹി യാ മുജീബദ് ദഅവാതി വീട്ടിടണം എൻ ഹാജാതി യാ റബ്ബി ബിൽ മുസ്തഫ ബല്ലിഗ് മഖാസിദനാ اغفر لنا ما مضى يا واسع الكرم مولاي صل وسلم دائما أبدا على حبيبك خير الخلق كلهم بحق صلى الله على محمد صلى الله عليه وسلم صلى الله على محمد صلى الله عليه وسلم اللهم صل على محمد يا ربي صل عليه وسلم صل على جميع الأنبياء المرسلين وآخر كلام الحمد لله السلام عليكم ورحمة الله وبركاته.